നമസ്കാരം. കേരള രാഷ്ട്രീയം ഇന്ന് ഒളിച്ചുകളിയുടെ പുതിയൊരു അധ്യായം തുറന്നിരിക്കുകയാണ്. സംസ്ഥാനം ശബരിമല വിഷയമടക്കമുള്ള ഗുരുതരമായ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഉഴലുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയുടെയും വിലക്കയറ്റത്തിന്റെയും ദുരിതക്കയത്തിൽ ജനം നട്ടം തിരിയുമ്പോഴും ഈ വിഷയങ്ങളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് പൊതുരംഗത്ത് നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ ഒരു യുവ നേതാവിനെതിരെ ഉയർന്ന വ്യക്തിപരമായിട്ടുള്ള ആരോപണം നമുക്കറിയാവുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണ് ഞാൻ പറയുന്നത്. ഭരണകക്ഷിയുടെ കയ്യിലെ ഏറ്റവും മൂർച്ചയേറിയ രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുന്നതാണ് നമ്മൾ കാണേണ്ടത്. തങ്ങളുടെ ഭരണത്തിലെ വീഴ്ചകളും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിലെ പരാജയവും മറച്ചുവെക്കാൻ LDF സർക്കാർ ഈ വിഷയത്തെ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരികയും അതുപോലെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. ഭരണപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമായി ഈ വിഷയത്തെ ഉപയോഗിക്കുന്നതിലെ രാഷ്ട്രീയ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ ഇവിടെ അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നതാണ് സത്യം. കേരള രാഷ്ട്രീയം എന്നൊരു പ്രത്യേക തരം വഴിത്തിരിവിലാണ് അല്ലെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ സംസ്ഥാനം നേരിടുന്ന കാതലായ വിഷയങ്ങൾ പെട്ടെന്ന് അപ്രസക്തമാവുകയും വ്യക്തിപരമായ ഒരു ആരോപണത്തിന് ദേശീയ പ്രാധാന്യം കൈവരികയും ചെയ്തിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. പ്രതിപക്ഷ യുവ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന കേസാണ് ഇപ്പോൾ LDF ക്യാമ്പിന്റെ മുഖ്യ പ്രചാരണ ആയുധമായിട്ട് മാറിയിരിക്കുന്നത്. അവർ സംസാരിക്കുന്നത് മുഴുവൻ ഈ വിഷയമാണ്. സംസ്ഥാന ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ സമീപനം വ്യക്തമാക്കുന്നത് ഒന്ന് മാത്രമാണ്: തങ്ങളുടെ ഭരണ പരാജയങ്ങളെയും സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെയും മറച്ചുവെക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിത്. ശബരിമലയിലെ തീർത്ഥാടകരുടെ തിരക്ക്, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, സംസ്ഥാനത്തെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, ആശാവർക്കന്മാരുടെ സമരങ്ങൾ ഉൾപ്പെടെയുള്ള തൊഴിലാളി പ്രശ്നങ്ങൾ, സർക്കാരിന്റെ വിവിധ പദ്ധതികളിലെ മെല്ലെപ്പോക്ക്, അതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ഇങ്ങനെ മലയോര മേഖലയിലെ കർഷകരുടെ ജീവിതം, അങ്ങനെ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ കേരളത്തിൽ സജീവ ചർച്ചയായി നിലനിൽക്കുകയായിരുന്നു. അതെല്ലാം തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പൊതുമണ്ഡലത്തിൽ വന്നതോടെ ഈ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് വിസ്മരിക്കപ്പെട്ടു. പ്രശ്നം രാഹുൽ മാങ്കൂട്ടം മാത്രമായി. മാധ്യമങ്ങളുടെയും ഭരണകക്ഷിയുടെയും ശ്രദ്ധ മുഴുവൻ ഒരു കോൺഗ്രസ് MLA വ്യക്തിപരമായ ആരോപണത്തിലേക്ക് മാത്രം തിരിയുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്. ഇതെങ്ങനെയാണ് സമ്മതിക്കുക? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് തേടാൻ കഴിയാത്ത ഒരു അവസ്ഥാവിശേഷം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെ ഒരു യുവ നേതാവിനെതിരെ ഉയർന്ന ആരോപണത്തെ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് LDFന് തങ്ങളുടെ പ്രതിരോധം ശക്തമാക്കാനുള്ള ഒരു എളുപ്പ വഴിയായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിക്കും യുവജന പ്രസ്ഥാനങ്ങൾക്കുമെതിരെ ശരങ്ങൾ തൊടുത്തുവിട്ട് ഭരണത്തിലെ പിഴവുകളിൽ നിന്നും ജനശ്രദ്ധ മാറ്റാനുള്ള കൃത്യമായ തിരക്കഥ തന്നെയാണ് ഇവിടെ അരങ്ങേറുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ആരോപണത്തെ പോലും രാഷ്ട്രീയമായുള്ള കടുപ്പമേറിയ ആയുധമാക്കുന്നതിലെ ലാക്ക് അവരുടെ യഥാർത്ഥ ഭരണപരമായ ദൗർബല്യത്തെ തന്നെയാണ് തുറന്നു കാണിക്കുന്നത്. ഇവിടെ ഒരു കാര്യം എനിക്ക് വ്യക്തമാക്കണമെന്ന് തോന്നുന്നു. ഒരു പൗരന് നീതി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്, അതും നമ്മുടെ ഇന്ത്യയിൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക തന്നെ വേണം. നിയമത്തിന് മുന്നിൽ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ അത് ആരായാലും, മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ആരായാലും ശിക്ഷിക്കപ്പെടണം. ഈ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. കോൺഗ്രസ് പാർട്ടിയോ മറ്റ് രാഷ്ട്രീയ ശക്തികളോ വ്യക്തികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. എന്നാൽ ഈ നീതിന്യായ പ്രക്രിയയെ ഒരു ഭരണകൂടം രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്യുമ്പോൾ അത് ജനാധിപത്യത്തിന് തന്നെ കളങ്കമാവുകയാണ് എന്ന് അവസരത്തിൽ പറയാതെ വയ്യ. തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടി പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ച് മാത്രം രാഷ്ട്രീയം കളിക്കുന്നത് കേരളത്തിന്റെ വികസനത്തിന് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ നിയമപരമായ നടപടികൾ മുന്നോട്ട് പോകട്ടെ. എന്നാൽ അതിനപ്പുറം തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രധാന വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള LDF സർക്കാരിന്റെ തന്ത്രങ്ങളെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് പറയാനുള്ളത്. ഭരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ വ്യക്തിഹത്യയിലേക്ക് വഴിതിരിച്ചു വിടുന്ന ഈ രീതി ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ല. ഭരണത്തിൽ വീഴ്ച വരുത്തിയവർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഈ ശ്രമം അവസാനിപ്പിച്ച് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ് ഈ അവസരത്തിൽ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ തിരിച്ചറിയുകയും ജനങ്ങൾ വിധി എഴുതുകയും ചെയ്യും. അല്ലാതെ ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അതുവഴി മാത്രം കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നതാണ് പറയാനുള്ളത്. വീണ്ടും പറയട്ടെ, രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്തായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷെ അതല്ല കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിഷയം മറ്റു പലതുമാണ്. ജനങ്ങളുടെ ആവശ്യങ്ങളാണ്, ജനങ്ങൾക്ക് വേണ്ട നീതിയാണ്, ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ സർക്കാരിന് ചെയ്യാനാകണം. ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഈ അവസരത്തിൽ നടക്കേണ്ടത് എന്നതാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്.